ഹായ് ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മലപ്പുറംകാരുടെ സ്വന്തം എന്നറിയപ്പെടുന്ന ചെരങ്ങ താളിപ്പാണ്. അപ്പോൾ ഈ ഒരു താളിപ്പ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മലപ്പുറം സ്പെഷ്യലായിട്ടുള്ള ഈ താളിപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അത് കുക്കറിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. കുക്കറിലാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും, അധികം സമയമൊന്നും ആവില്ല. അപ്പോൾ നമ്മുടെ ചെരങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇളയ ചിരങ്ങ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിലെ ചോറൊന്നും കളഞ്ഞിട്ടില്ല. ഇതെല്ലാതും കട്ട് ചെയ്ത് നമ്മുടെ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ലേശം വെള്ളം ചേർത്താൽ മതിയാവുണ്ടോ. ചിരങ്ങയിൽ വെന്ത് വരുമ്പോൾ വെള്ളം കൂടി വരും. അപ്പോൾ കുറച്ച് വെള്ളമുള്ളൂ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 4 പച്ചമുളകും ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ചിരങ്ങ ഇനി കുക്കറിൽ ഒരു 2 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതാ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ചിരങ്ങക്ക് അധികം വേവൊന്നുമില്ല, അത് ഇളയ ചിരങ്ങ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതാ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം കടുകും ലേശം ഉലുവയും ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ ചിരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെന്ത് വന്ന ചിരങ്ങ ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ കഞ്ഞിവെള്ളം അധികമൊന്നും ഒഴിച്ച് കൊടുക്കണ്ട, നല്ലോണം ലൂസായി പോയ കറി ടേസ്റ്റ് കുറയും. നല്ല തിക്നെസ്സോടെ തന്നെയാണ് ഈ കറി ടേസ്റ്റ്. ഇനി ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ ചിരങ്ങക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മുടെ മലപ്പുറം സ്പെഷ്യൽ ചിരങ്ങക്കറിയാണിത്.